ഏതാണ്ട് ചെമ്പകപ്പാറ എന്ന സ്ഥലമുണ്ട്, ഒരു വെയിറ്റിംഗ് ഷെഡ്, പടിഞ്ഞാറക്കരക്കാരുടെ ചെമ്പകപ്പാറ എസ്റ്റേറ്റിലെ വെയിറ്റിംഗ് ഷെഡ്. ഇവിടുത്തെ ആ നാട്ടിൽ തന്നെ ആദ്യത്തെ വെയിറ്റിംഗ് ഷെഡാണ്. ആ വെയിറ്റിംഗ് ഷെഡിൻ്റെ അവിടെ ഒരു ട്രാൻസ്ഫോമറുണ്ട്. ആ ട്രാൻസ്ഫോമറുണ്ട് ഏതാണ്ട് 10-12 ഇലക്ട്രിക് പോസ്റ്റുകളുണ്ട്. അത് മണിപ്പുഴ എന്ന സ്ഥലത്ത്, അതായത് എരുമേലി മുക്കൂട് റോഡിലെ മണിപ്പുഴ എന്ന സ്ഥലത്താണ് ചെന്ന് ചേരുന്നത്. പക്ഷേ ഇത് എസ്റ്റേറ്റ് വഴി കയറിയിട്ട് അത് കുറേ വ്യക്തികളുടെ സ്ഥലങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് അവസാനിക്കുന്നത്. അതുവഴി വൈദ്യുതി പ്രവാഹം ഇപ്പോൾ ഇല്ല എന്നാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിയും. പക്ഷേ അവിടെ ഒരു പോസ്റ്റ് നിൽക്കുന്ന അവസ്ഥ നിങ്ങൾ കാണണം. നമ്മളിതോടൊപ്പം ഇനിയിപ്പോൾ നമ്മൾ ചേർക്കുകയാണ്, ആ വീഡിയോ ചേർക്കുകയാണ്. ഇത് ആരുടെയും തലേ വീണ് കഴിഞ്ഞാൽ, ഇപ്പോൾ കറണ്ടില്ല, ഓക്കെ, അത് കറണ്ട് കണക്ഷൻ ഇല്ലാത്തതാണ്. അപ്പുറം വഴി പുതിയ ലൈനൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കറണ്ട് വേറെ ലൈനിലേക്ക് മാറ്റി കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത് മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ 11 കെ പോസ്റ്റാണ് നടക്കണം, പഴയ 11 കെ പോസ്റ്റ്. അതിൻ്റെ ഒരു 1/2 കിലോ സാധനം നമ്മുടെ തല വീണാൽ മതി, നമ്മുടെ കാര്യം പോക്കായി കിട്ടും. അപ്പോൾ ഞാനിതുമായിട്ട് വന്നിട്ട് ഇരുമേൽ KSB വിളിച്ചപ്പോൾ എസ്റ്റിമേറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഈ എസ്റ്റിമേറ്റ് കൊടുത്തതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടുണ്ട്, എന്ന് കൊടുത്താന്ന് അന്വേഷിച്ചിട്ടുണ്ട്. ഇത് ചെയ്യേണ്ട ഒരു കാര്യം, നാളെ ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾ ഏത് കാര്യത്തിൽ സിസ്റ്റത്തെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഒരു സംവിധാനത്തിൽ, അതായത് ഞാൻ പറഞ്ഞ ഒരു പോസ്റ്റ് നിങ്ങൾ കണ്ടല്ലോ, എത്ര ഡിഗ്രിയാണ് ചെരിഞ്ഞ് നിങ്ങൾ കണ്ടല്ലോ, 90 ഡിഗ്രിയാണ്, 45 ഏതാണ്ട് 30 ഡിഗ്രിയാണ് ചെരിഞ്ഞ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇപ്പോൾ കാണാവുന്നത്. ഈ നാളെ പെടുന്ന ആരുടെയും വെണ്ട വീണ് കഴിഞ്ഞാലോ, മണ്ട പെടന്ന് വീണ് കഴിഞ്ഞാൽ ഏതൊരു KSBയിലെ എഞ്ചിനീയറെ സസ്പെൻഡ് ചെയ്യും, അല്ല അവിടുത്തെ ലൈൻമാനെ സസ്പെൻഡ് ചെയ്യും, അല്ല പിരിച്ചു വിടും. പക്ഷേ നമ്മുടെ സംവിധാനം മാറിയേ പറ്റത്തുള്ളൂ. ഇത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. അവിടുന്ന് ഇതുപോലൊരു ലോക്കലായിട്ടൊരു സംഭവം എന്നെ അവിടുത്തെ കുറേ ആൾക്കാർ വിളിച്ചു. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്ര ഒരു വാർത്ത നമ്മൾ ചെയ്യാൻ നിർബന്ധിതരാകുന്നത്. നിങ്ങൾ നോക്കിയേ, അതിലെ സ്കൂൾ കുട്ടികളൊക്കെ എത്ര പേരാണ് പോകുന്നറിയോ? ഞാൻ അന്വേഷിച്ചു, അവിടെ 150 കുടുംബങ്ങളാണ് അതുവഴി സഞ്ചരിക്കുന്നത്. കുടുംബങ്ങളുടെ അത്രയും പേരുടെ എണ്ണം കൂടി നിങ്ങൾ ആലോചിച്ചോണം. എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ നിങ്ങൾ വളരെ ലഘുവായിട്ട് കാണുന്നു? ഞാൻ പക്ഷേ ഇന്ന് വിളിച്ചിട്ടുണ്ട്, അവരെന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആ വാക്ക് അവർ പാലിച്ചെങ്കിൽ അവർ കാണത്തുണ്ടെന്ന് പറയും, അല്ലെങ്കിൽ ശരിയാകത്തില്ല. അവർ പറഞ്ഞിട്ടുണ്ട്, അവരത് മാറ്റാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെങ്കിൽ ഈ ഒരു വിവരം നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുക എന്നുള്ളത് ഞങ്ങളുടെ സാമൂഹികമായ ഉത്തരവാദിത്വമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഉടൻ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ വരുന്നുണ്ട്.